കൃഷി എങ്ങനെയുണ്ട് പത്താ? കൊള്ളാലോ കൊള്ളാലോ. എലി പപ്പേനെ ഊമ്പിക്കാന്ന് പറഞ്ഞ ഊമ്പിയിലങ്ങ് മാറ്റിയിട്ടോ ഞങ്ങള്. ഈ തവണ എലി പിടിച്ചില്ല അല്ലേ? പിടിച്ചോ? എത്ര നേരത്തെ ആക്കാൻ കിടക്കാൻ അതിന്റെ അടിയില്. അങ്ങനെ എലി കയറില്ലല്ലോ. ഇത് ഇടാൻ നേരത്തെ ഞാനുണ്ടായിരുന്നു അവിടെ. എത്ര പറിച്ചു? 4 കോടേ ഉള്ളൂ. ഇതാ ഒരു കോട്. ഒരു കോട. ഓക്കെ. ഇത് എത്ര കിലോ വേണം? ഇത് മാത്രം കാണിച്ചു തരാം. ഇപ്പൊ കാണിച്ചു തരാം. നല്ല കപ്പയല്ലേ? അത് വലിപ്പമുണ്ടല്ലേ? എത്ര? 15 കിലോ. 15 കിലോ? നല്ല കിഴങ്ങാണ്. 100% വിജയിച്ച ഞങ്ങളുടെ കപ്പ കൃഷി നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കാണിക്കുകയാണ്. എലിയുടെ ശല്യമോ പ്രാണികളുടെ ശല്യമോ ഒന്നുമില്ലാതെ ഏകദേശം 15 കിലോ തൂക്കം വരുന്ന കപ്പയാണ് ഓരോ ചുവടിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചത്. ഈ കപ്പ കൃഷി നമുക്കൊന്ന് പരിചയപ്പെടാം. സ്ഥലപരിമിതി ഉള്ളവർക്കും ഉപകാരപ്പെടുന്ന ഒരു കൃഷി രീതിയാണ് ഇത്. കഴിഞ്ഞ വിളവെടുപ്പെടുത്ത അതേ മണ്ണിൽ അതേ സ്ഥലത്ത് നമ്മൾ വീണ്ടും കപ്പ കൃഷി ചെയ്യുകയാണ്. അതിനു മുന്നോടിയായി മണ്ണ് ഇളക്കി മറിക്കുകയാണിപ്പോൾ. തുരപ്പൻ എലിയിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗമാണ് വീടുമാറ്റിനകത്തേക്ക് മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, തേയിലച്ചണ്ടി ഇവയെല്ലാം നിറച്ച് എല്ലാം മിക്സ് ചെയ്തിട്ടതിന് ശേഷം ഇത് കൂട്ടി തുന്നിപ്പിടിപ്പിക്കണം. നീളത്തിൽ അങ്ങോട്ട് തുന്നിപ്പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കപ്പ തട്ട് കഴിഞ്ഞാൽ നല്ല വിളവായിരിക്കും. നമ്മൾ പുളത്തിൻ ബാഗിലുള്ള കപ്പ നടിയിൽ അതിനുള്ള മുട്ട് മുറിക്കുകയാണ്. 5 മുട്ട് വീതമാണ് ഞങ്ങൾ സാധാരണ നടാറുള്ളത്. അതിൽ 3 മുട്ട് അടിയിലേക്ക് പോകും, 2 മുട്ട് മുകളിൽ നിൽക്കും. ആ രീതിയിലാണ് മുറിക്കണത്. വാടും കൊണ്ട് മുറിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. വാക്കത്ത് കൊണ്ട് മുറിച്ച് കഴിയുമ്പോൾ സൈഡൊക്കെ പിഞ്ചി പോകും. നല്ല ഭംഗിയായിട്ട് കിട്ടും. അതിന് അടിയും മുകളും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അടി അങ്ങനെ പോയി സ്വല്പം മണ്ണങ്ങ് വരട്ടി വെച്ചേക്കുക. അത് വാക്കത്ത് കണ്ട് മുറിച്ച് പിന്നെ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഉണ്ട് ഇവിടെ പിഞ്ചി പോകും. നല്ല മൂർച്ചയുള്ള ഭാഗമല്ല. പക്ഷെ അതിനല്ല വേരുണ്ടാവാനുള്ള ബുദ്ധിമുട്ട് വരും. ഇത് കറക്റ്റായിട്ട് ഇവിടെ വേരുണ്ടാവും അടിഭാഗത്ത്. ആ പാല് വന്നിരിക്കുന്ന ഭാഗത്തോടെ കറക്റ്റായിട്ട് വേരുണ്ടാവും. അതുകൊണ്ട് വാട് കൊണ്ട് മുറിക്കാണ് ഏറ്റവും നല്ലത്. വിളവ് കൂടുതൽ ലഭിക്കുകയും ചെയ്യും. 2 ലെയറുള്ള കപ്പാടിയിലാണ്. അതിന് ഒരു കാര്യം ചെയ്യുക, ഒരു 2 ഇഞ്ച് മുകളിലായിട്ട് ഒരു വട്ടം ഒന്ന് പൊട്ടിക്കുക. അപ്പോൾ ഇവിടെ നിന്നും കിഴങ്ങുണ്ടാവും, ഈ ഭാഗത്തും വേറുണ്ടാവും, ഇവിടെ നിന്ന് 2 സൈഡിൽ നിന്നും കിഴങ്ങുണ്ടാവും. നമുക്ക് ചെയ്യാനുള്ള കഷ്ണങ്ങളെല്ലാം റെഡിയായി. മൂന്ന് മുട്ട മണ്ണിനടിയിലേക്ക് താത്തി വിടുക. നല്ലവണ്ണം ചൂട് ഉറപ്പിക്കണം, എന്നാലേ നല്ല വേരോട്ടം കിട്ടുകയുള്ളൂ. നല്ല വേനലാണെങ്കിൽ നനച്ച് കൊടുക്കണം. നനച്ച് കൊടുത്താൽ ഇതിൽ ഇപ്പോഴത്തെ ബാഗിൽ മുകളിൽ വെള്ളം ഒഴിച്ചു വിട്ടാൽ മതി. അകത്തേക്ക് എല്ലാം വെള്ളം മുഴുവൻ ഇറങ്ങി ചെന്നോളും.
ഈ വിടവിൽ കൂടെ നമുക്ക് ചാണകവെള്ളം, കടലപ്പിണ്ണാക്കെല്ലാം കൂടെ കുളിപ്പിച്ചുള്ള ഒഴിച്ചു കൊടുക്കാം. വളങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നല്ല വേനലാണെങ്കിൽ ഇത് മൊത്തം നനച്ചു കൊടുത്താൽ മാത്രം മതി.